അളിയാ അല്ലയാ കൊച്ചിനെ വടി വെച്ചാണോ തല്ലിയത്? അല്ല കൈകൊണ്ട് അല്ല വടി കൊണ്ട് അല്ല എനിക്ക് ഓർമ്മയില്ല. ഓപ്പാ കൂപ്പിട്ടാണല്ലേ. പിന്നെ ആന്റി ഞാൻ ഈ ബിൽഡപ്പ് ഒക്കെ കാണിച്ച് ഇവിടെ നിക്കണമെന്നേ ഉള്ളൂ. ഞാനിപ്പോ സിദ്ധുവിന്റെ അടുത്ത് പോയാലേ സിദ്ധു എന്നെ അടുത്ത് എറിയും. കേശുവേ ഞാൻ സിദ്ധുവിന്റെ അടുത്തേക്ക് പോവാ. എങ്ങാനും വല്ല നിലവിളി കേൾക്കുവാണെങ്കിൽ വന്നേക്കണേടാ. പോയിട്ട് വരാവേ. ഈ കൊച്ചിന്റെ ഒരു കാര്യം നല്ല പേടിയുണ്ട് എന്നാ ഒട്ട് സമ്മതിച്ചു കൊടുക്കത്തുമില്ല. അഹങ്കാരത്തിന് ഒരു കുറവില്ല. ദൈവമേ ആ കുട്ടിക്കുരിപ്പം വളർന്നു വരുമ്പോ ഇതുപോലെ ആവുമെന്ന്. ഞാൻ ആന്റി ചടങ്ങിലോട്ട് കിടക്കാം. ഫുഡ് ഇട്. അതെ ഇപ്പൊ തരാം. കല്ലു എനിക്ക് വിശന്നപ്പോ ഞാൻ കഴിച്ചേ, നിനക്ക് വേണ്ടേ? എനിക്ക് വേണ്ട. കല്ലു വാടി കഴിക്കാം. എനിക്ക് വേണ്ടല്ലേ. കല്ലു പ്ലീസ് നീ വന്ന് കഴിക്ക്. എനിക്ക് വേണ്ട. നീ എന്തിനാ ഇത്ര ഒച്ച വെക്കുന്നേ? എനിക്ക് വേണ്ടെന്ന്. എടി വന്ന് കഴിക്കടി. എനിക്ക് വേണ്ട. എന്താ കുഴപ്പം? നീ എന്തിനാ അവളുടെ വെറുതെ പറയാ നടന്ന് ഇങ്ങനെ കൊഞ്ചിച്ചോണ്ടിരിക്കണത്? അവള് കഴിക്കുന്നില്ല. അതെനിക്കറിയാലോ കഴിക്കുന്നില്ല എന്ന്. മോളെ ഒരു 10 മിനിറ്റ് ഞാൻ നിനക്ക് സമയം തരും. അത് കഴിഞ്ഞാണ്ടല്ലേ ഇവിടെ പിന്നെ തൃശ്ശൂർ പൂരായിരിക്കും. നോക്കിയോ. എന്താണ് ലച്ചു നിനക്ക് പ്രശ്നം? പിന്നെ അവളായിട്ട് വരട്ടണോ? എന്റെ അമ്മയെ അവളൊന്നും കഴിച്ചിട്ടില്ല, അതറിയോ? എന്റെ കുഞ്ഞ് അമ്മൂമ്മ പറഞ്ഞ കേക്കും അല്ലേ? അമ്മൂമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമാ. അതില്ലാതാക്കല്ലേ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറയുമ്പോ ലച്ചുവിന് പ്രശ്നം. കഴിഞ്ഞില്ലേ അമ്മയുടെ മോളുടെ അംഗം? എവിടെ ലച്ചൂസേ, വെറുതെ എന്റെ കല്ലൂസിനെ വഴക്ക് പറയരുത് കേട്ടോ. എന്റെ കല്ലൂസിന് അച്ഛനിപ്പം മിഠായി കൊടുക്കും. എന്തൊരു കൊച്ചനാ ഇത്! ലോകത്തിന്റെ കീഴില് വേറെ ഒരു കൊച്ചു ഇങ്ങനെ പറയും? ലോകത്ത് ഒരു കൊച്ചു അനുഭവിക്കാത്തത് ഇന്ന് എന്റെ കൊച്ചു അനുഭവിക്കും. എന്താ നോക്കി പഠിപ്പിക്കണേ? കല്ലുമാ ഞാൻ ഉനക്ക് പാൽ പായസം ഉണ്ടാക്കി തരട്ടാ. എന്നാ പിന്നെ കുറച്ച് പഞ്ചാമൃതവും കൂടെ അങ്ങ് ഉണ്ടാക്കി കൊടുക്കും. എനിക്ക് വേണ്ട. ഞാൻ ഡയറ്റാ. മധുരം വേണ്ടാന്നല്ലേ? എന്നാ പിന്നെ നല്ല ചൂരൽ കഷായം തരട്ടെ. അതാകുമ്പോ അച്ഛനെടുത്തോളൂ. അച്ഛന് കൊടുക്കാം. അച്ഛന് കൊടുക്കേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട്. എന്റെ പൊന്ന് ലച്ചു, നീ കൊച്ചിന്റെ അടുത്ത് കിടന്ന് ചൊറിയാൻ നിക്കാതെ നിന്റെ കാര്യം നോക്കാൻ നോക്ക്. അത് തന്നെ. അതെ അതെ അതെ. ഒരു മിനിറ്റ് ഇവിടുന്ന് എല്ലാരും ഒന്ന് മാറി തരുവാണെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ ശരിയാക്കി തരാം. ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. കൊച്ചുനാളി ലച്ചു കാണിച്ചത് വെച്ച് നോക്കുമ്പം കല്ലുമോള് തങ്കമാ, തനി തങ്കം. അത്രക്ക് അലമ്പായിരുന്നോ? ഭയങ്കര അലമ്പായിരുന്നേ. മോനൊരു കാര്യം കേൾക്കണോ? ചെറുതിലെ ഇതാണോ ഇപ്പൊ നമ്മുടെ വിഷയം? അല്ലല്ലോ. ആദ്യം ആ കൊച്ചിനെ നേരാക്കി. അതെ അതെ അതെ. എല്ലാരും പോയി. ആരും പോവല്ലേ? ஐயோ கல்லுக்குட்டா, நான் உனக்கு கதை சொல்லி கொடுத்துட்டு உனக்கு பால் தரட்டா? வேண்டாம். ചെല്ലോല്ല. വേണ്ടാം. ആന്റി സന്തോഷായില്ലേ? കിട്ടിയല്ലോ. എന്റെ ലച്ചു, നീ അപ്പുറത്തെങ്ങാനും പോയേ. നീ നിൽക്കുന്നുണ്ടോ കൊച്ചിങ്ങനൊക്കെ പറയുന്നേ? അത് ശരി. സിബിട്ട് ഞാൻ മിണ്ടുന്നില്ല. പ്രശ്നം തോന്നില്ലേ? മിണ്ടണ്ട. കല്ലൂസിന്റെ പടക്കം മാറ്റാൻ പറ്റുമോന്നേ? അച്ഛനൊന്ന് നോക്കട്ടെ. അച്ഛനേലേ ഒരു സൂപ്പർ സാധനമുണ്ട്. ആ സാധനം എടുത്തോണ്ട് അച്ഛനും മോളും കൂടെ വീടിന്റെ പുറത്തേക്ക് പോകും. ആരും ഞങ്ങളെ അന്വേഷിച്ച് വരാൻ പാടില്ല, പ്രത്യേകിച്ച് ലച്ചു. എന്നാ ഞാൻ ഇപ്പൊ വരാം. സിദ്ധു என்ன സാധനം എടുക്ക പോയിരിപ്പാ? ആനമോട്ട. എന്റെ ലച്ചു, നീ ഒന്നും മിണ്ടായിരിക്കോ? എന്റെ കല്ലുമോള് പുറത്തു പോയി കഴിഞ്ഞാൽ കല്ലുമോളിന്റെ എല്ലാ പിണക്കവും മാറും. ഇല്ല. കല്ലുവിന് ഭയങ്കര പിണക്കമാണ്. ആ പിണക്കം അങ്ങനെ എങ്ങനെയൊന്നും ആരും വിചാരിച്ചാൽ മാറ്റാൻ പറ്റൂല അല്ലേ മക്കളെ?
ഞാൻ വീണ്ടും ചോദിക്കുന്നു, എനിക്ക് ഒരേ ഒരു മിനിറ്റ്, ഒറ്റ ഒരു മിനിറ്റ് എല്ലാരും ഒന്ന് മാറി തന്നാൽ. അളയോ അളയോ ഓ അളയോ, അളയന്റെ മോളുടെ പിണക്കം മാറ്റാൻ അളയനെ കൊണ്ട് പറ്റുമോ? പിണക്കം മാറ്റാനൊക്കെ പറ്റും, പക്ഷെ കല്ലൂസ് എന്റെ കൂടെ വരണം. വരൂല? ഉറപ്പാ? ഇങ്ങോട്ട് വാടി. ഇതൊക്കെ വലുതാകുമ്പോ എന്തായി തീരുവോ എന്തോ. ഇതുപോലാവും.